നമസ്കാരം. നമ്മുടെ ഇന്ത്യൻ റെയിൽവേ വിളിക്കുന്ന ടെക്നീഷ്യൻ നോട്ടിഫിക്കേഷൻ ഉടൻ റിലീസാവാൻ പോവാണ്. അവർ ഷോർട്ട് നോട്ടീസ് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞു. അതിനർത്ഥം നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഷോർട്ട് നോട്ടീസിൽ പറയുന്ന ഡീറ്റെയിൽസ് നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്. മിനിസ്ട്രി ഓഫ് റെയിൽവേസിൻ്റെ അണ്ടറിൽ വരുന്ന RRB നടത്തുന്ന നോട്ടിഫിക്കേഷനാണ് ടെക്നീഷ്യൻ നോട്ടിഫിക്കേഷൻ. പലർക്കും അറിയുന്നുണ്ടാവില്ല. നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. നിങ്ങൾക്ക് കിട്ടിയ ലൈഫ് സെറ്റ് തന്നെ ആക്കാം. ടെക്നീഷ്യൻ ഗ്രേഡ് 1, ഗ്രേഡ് 3 സിഗ്നലിലേക്കൊക്കെ വാക്കൻസി വന്നിട്ടുണ്ട്. 28-ാം തീയതിയാണ് ആപ്ലിക്കേഷൻ തുടങ്ങുന്നത്. ജൂൺ മാസം 28 മുതൽ ജൂലൈ 28 വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന നോട്ടിഫിക്കേഷനാണ് ടെക്നീഷ്യൻ നോട്ടിഫിക്കേഷൻ. ടെക്നീഷ്യൻ ഗ്രേഡ് 1 സിഗ്നലിലേക്ക് 29,200 ബേസിക് പേ സാലറി ക്രൈറ്റീരിയ വരുന്നത്. B1 മെഡിക്കൽ സ്റ്റാൻഡേർഡാണ്. 18 to 33 ഏജ് ക്രൈറ്റീരിയ, ഏജ് ലിമിറ്റ്. ജൂലൈ 1, 2025 അടിസ്ഥാനത്തിൽ നിങ്ങൾ വയസ്സ് കണക്കാക്കാം കേട്ടോ. 180 വാക്കൻസിയാണ് ഇപ്പോൾ നിലവിൽ വന്നിട്ടുള്ളത് സിഗ്നലിലേക്ക്. ടെക്നീഷ്യൻ ഗ്രേഡ് 2ലേക്ക് 19,900 രൂപയാണ് സാലറി പാക്കേജ്. 18 to 30 ഏജ് ലിമിറ്റ്. 6,000 വാക്കൻസി വന്നിട്ടുണ്ട്. അങ്ങനെ മൊത്തം 6,180 വാക്കൻസിയിലേക്കാണ് ഇപ്പോൾ നിലവിൽ അപേക്ഷ ക്ഷണിക്കുന്നത്. അപേക്ഷ തുടങ്ങിയിട്ടില്ല. വീണ്ടും പറയാണ്, ഷോർട്ട് നോട്ടീസാണ് വന്നിട്ടുള്ളത്. എംപ്ലോയ്മെൻറ്റ് ന്യൂസ് പേപ്പറിൽ അവർ ഒഫീഷ്യലായിട്ട് ഷോർട്ട് നോട്ടീസ് പുറത്തുവിട്ടിട്ടുണ്ട്. 28 ജൂൺ, ഈ മാസം 28-ാം തീയതി നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ പ്രതീക്ഷിക്കാം. അന്ന് കറക്റ്റായിട്ട് നിങ്ങളിലേക്ക് ആപ്ലിക്കേഷൻ വീഡിയോ ഈ ഒരു ചാനൽ വഴി നിങ്ങളിലേക്ക് എത്തിക്കും. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് അപ്ഡേറ്റുകൾ കിട്ടാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് വയ്ക്കുക. അപ്പോൾ ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ ടെക്നീഷ്യൻ ഗ്രേഡ് 1 സിഗ്നലിലേക്ക് നിങ്ങൾക്ക് എൻജിനീയറിംഗ് ഡിഗ്രിയാണ് വേണ്ടത്. ഓക്കെ. പിന്നെ ടെക്നീഷ്യൻ ഗ്രേഡ് 3ലേക്ക് അപ്ലൈ ചെയ്യാൻ നിങ്ങൾക്ക് 10ാം ക്ലാസ്സിൻ്റെ കൂടെ ഒരു IT സർട്ടിഫിക്കറ്റും നിങ്ങളുടെ കയ്യിൽ വേണം. പിന്നെ ആപ്ലിക്കേഷൻ ഫീസ് വരുന്നുണ്ട്. 500 രൂപയായിരിക്കും. ജനറൽ, OBC, EWSകാർക്ക് ഫീസ് വരിക. പെൺകുട്ടികൾക്കും പിന്നെ SC STകാർക്ക് 250 രൂപയാണ് ഫീസ് വരുന്നത്. ഇതിലേക്ക് ഫിസിക്കൽ ടെസ്റ്റ് വരുന്നില്ല. എക്സാമും ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷനും മെഡിക്കൽ എക്സാമാണ് കണ്ടക്ട് ചെയ്യുന്നത്. അതിനുശേഷമാണ് അവർ മെറിറ്റും കാര്യങ്ങളും ഇടുക. അപ്പോൾ ഇതാണ് ഡീറ്റെയിൽസ് ആയിട്ട് വരുന്നത്. ഷോർട്ട് നോട്ടീസിൽ ഇതൊന്നും പറഞ്ഞിട്ടില്ല. പൊതുവേ വരുന്ന നോട്ടിഫിക്കേഷൻ ആയതുകൊണ്ട് അത് വെച്ചാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ മാറ്റം ഉണ്ടാവില്ല. നിങ്ങളെന്തായാലും കാത്തിരിക്കുക. നല്ലൊരു നോട്ടിഫിക്കേഷൻ തന്നെയാണ്. ഈ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾ മിസ്സാക്കണ്ട. നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും കൂടി വീഡിയോ അയച്ചു കൊടുക്കുക. അതുപോലെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് വയ്ക്കുക. പ്രോപ്പറായിട്ട് അപ്ഡേറ്റുകൾ കിട്ടാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.